നമസ്കാരം. ഈശ്വരാനുഗ്രഹത്താൽ ഏവർക്കും മംഗളങ്ങൾ ഭവിക്കട്ടെ. ഇന്ന് ജ്യോതിഷത്തിൽ നമ്മൾ അതിശക്തമായ ഒരു രാജയോഗത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ലക്ഷ്മി നാരായണ യോഗം. അത് ഭഗവാൻ മഹാവിഷ്ണുവും ദേവി മഹാലക്ഷ്മിയും ഒന്നിച്ച് അനുഗ്രഹം ചൊരിയുന്ന യോഗം. ഇതാണ് ലക്ഷ്മി നാരായണ യോഗം എന്ന് പറയുന്നത്. ബുധശുക്രയുധോ യത്ര സ ലക്ഷ്മി നാരായണ യോഗ എന്നാണ്. അതായത് ബുധനും ശുക്രനും ഒരു രാശിയിൽ ചേരുമ്പോൾ ലക്ഷ്മി നാരായണ യോഗം സംഭവിക്കുന്നു എന്ന്. ഇവിടെ മെയ് 14 ശുക്രൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നുണ്ട്. മെയ് 29 ബുധനും സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ആ ഒരു മാസം അവസാനം വരെ മഹായോഗം പൂർണ്ണമാകുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് ധനപരമായിട്ടും ഐശ്വര്യമായിട്ടും ഉയർച്ചയായിട്ടും വന്നു ചേരുന്നത് 4 രാശിയിലുള്ള നക്ഷത്രക്കാർക്കായിരിക്കും കൂടുതൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതും. ഈ ലക്ഷ്മി നാരായണ യോഗം വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുരാണത്തിൽ പറയുന്നത് എത്ര നാരായണ തത്ര ശ്രീ എന്നുണ്ട്. അതായത് നാരായണൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയും ഉണ്ടായിരിക്കും എന്നതാണ്. ഈ യോഗം, ലക്ഷ്മി നാരായണ യോഗം, പ്രധാനമായും 3 കാര്യങ്ങളെ ആയിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ധനലാഭം, സ്ഥാനമാനങ്ങൾ, കുടുംബ സൗഖ്യം, ഇതിനാണ് പ്രാധാന്യം. അപ്പോൾ സ്ഥാനമാനങ്ങൾ, ജോലിയിൽ സ്ഥാനം കിട്ടുകയും കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാവുകയും ധനപരമായ ലാഭം പ്രതീക്ഷിക്കാവുമെന്ന് സാരം. പക്ഷേ ഒന്നുകൂടി ഓർക്കേണ്ടതുണ്ട്, ഗരുഡപുരാണത്തിൽ അതിങ്ങനെയാണ് പരാമർശിക്കുന്നത്. അതായത് ലക്ഷ്മി ചഞ്ചല എന്ന്. അതായത് ലക്ഷ്മി ദേവി ചഞ്ചലയാണ്. എപ്പോൾ വേണമെങ്കിലും അതായത് എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിട്ട് അകലാം. അതുകൊണ്ട് തന്നെ അഹങ്കാരം എവിടെ വരുന്നുവോ അവിടെ നിന്ന് ലക്ഷ്മി ദേവി ഇറങ്ങിപ്പോകും എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാലയളവിൽ അഹങ്കാരം കൈവെടിഞ്ഞ് ധർമ്മപാതയിലൂടെ സഞ്ചരിക്കാനും ശ്രമിക്കേണ്ടതാകുന്നു. ഇനി ഇത് ഏതൊക്കെ രാശിക്കാർക്കാണ് ഫലം തരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രം മിഥുനൻ രാശി വരുന്നവരാണ്. അപ്പോൾ മിഥുനക്കാരുടെ ലഗ്നഭാവത്തിൽ തന്നെ ഈ യോഗം, ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നുണ്ട്. അതായത് തലയിലെഴുത്ത് തന്നെ മാറുന്ന സമയം. ഫലദീപികയിൽ പറയുന്നത് പോലെ ലഗ്നേ ശുഭഗ്രഹയുധേ ജാതോ രാജാ ഭവേ ധ്രുവം. അതായത് ഇവിടെ പിതാവിൽ നിന്നോ പൂർവിക സ്വത്തുക്കളിൽ നിന്നോ ഒക്കെ ഗുണങ്ങൾ ഉണ്ടാകുകയും മുടങ്ങിക്കിടന്നതായ ഗുണങ്ങൾ ഫലമായി വന്നു ചേരുകയും ചെയ്യും. അതായത് രാജാവിന് തുല്യമായ ഗുണാനുഭവങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുകയും സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാവുകയും അത് മനസ്സിന് സന്തോഷത്തെ പ്രദാനം ചെയ്യുകയും ആത്മവിശ്വാസ വർധനവൊക്കെ നമുക്കിവിടെ കണക്കിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാനും ലക്ഷ്മി ദേവിക്ക് താമരമാല സമർപ്പിക്കുന്നതൊക്കെ ഉത്തമമായ ഫലമാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലേ പ്രസീത പ്രസീത എന്ന ഈ ഒരു മന്ത്രം ഒരു 108 ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജപിക്കുകയാണെങ്കിൽ ലക്ഷ്മി ഭഗവതി നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഗൃഹത്തിൽ വസിക്കുകയും ആ വസിക്കുന്നതിൻ്റെ ഫലമായി എല്ലാവിധ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ടാവുകയും ചെയ്യുന്നതാണ്. ഉത്രം, അത്തം, ചിത്തിര, കന്നിരാശിയുടെ 10ാം ഭാവം, അതായത് കർമ്മസ്ഥാനത്താണ് ഈ യോഗം ഉണ്ടാകുന്നത്. അപ്പോൾ കീർത്തി, പിതൃസ്ഥാനം, ഭാഗ്യം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കർമ്മസ്ഥാനേ ശുഭേ രാജയോഗ. അപ്പോൾ രാജയോഗ ഫലം അനുഭവിക്കാൻ യോഗം ഉണ്ടാകുന്നുണ്ട്. മേലധികാരിയുടെ പ്രശംസയും കഠിനാധ്വാനത്തിന് പൂർണ്ണ ഫലം കിട്ടുകയും ജോലി മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള ഫലവും ഉണ്ടാകും. ഇനി രാഷ്ട്രീയത്തിലുള്ളവരാണെങ്കിലും പേരും പ്രശസ്തിയും സ്ഥാനമാന ലബ്ധിയും ഇവിടെ പ്രതീക്ഷിക്കാം. തിരഞ്ഞെടുപ്പിൽ വരെ വിജയം കാണുന്നുണ്ട്. ഇനി പിതാവിൻ്റെ സഹായത്തോടു കൂടി ചില കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുകയും അച്ഛനുമായുള്ള പിണക്കം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി രമ്യതയിൽ പോകാനും സാധിക്കും. പരിഹാരം ചെയ്യണം. അതായത് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുകയും സുദർശന അഷ്ടകം ചൊല്ലുകയും ചെയ്യുന്നത് ഉത്തമമായിട്ട് കാണുന്നുണ്ട്. ഇനി 3ാമത് ചിത്തിര, ചോതി, വിശാഖം, തുലാം രാശി. ഭാഗ്യസ്ഥാനത്താണ്. അതായത് 9ാം ഭാവത്ത് തന്നെയാണ് യോഗം സംഭവിക്കുന്നത്. പിതൃസ്വത്ത് കിട്ടാനും ദീർഘയാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകാനും ആത്മീയമായ മറ്റൊരു തലത്തിലേക്ക് എത്താനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യസ്ഥാനെ ശുക്രബുധവും ധനധാന്യ സമൃദ്ധി എന്നാണ്. അപ്പോൾ ജോലി സ്ഥലത്ത് സമ്മർദ്ദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി ഉണ്ടാകും.
പിതൃസ്വത്ത് ഒക്കെ ലഭിക്കുവാനും ഗുരുതുല്യരായ ആളുകളെ അനുഗ്രഹമൊക്കെ ഏറ്റുവാങ്ങാനും ഈ ഒരു സമയം സാധിക്കും. വിജയമുണ്ടാകും. വിദേശ യാത്ര യോഗം വരും. തീർത്ഥാടനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ അതിൽ നിന്ന് വരെ ഗുണം ഉണ്ടാകും. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ 6 ആളുകൾക്ക് ഭക്ഷണം ദാനമായി കൊടുക്കാൻ സാധിക്കുന്നത് നല്ലതാണ്. അത് ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ ഏറ്റവും വിഷമം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക എന്നതാണ്. അതായത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത ആളുകൾക്ക് ദാനം ചെയ്യുക എന്നതാണ്. ദാനധർമ്മം കൊണ്ട് പുണ്യം കിട്ടണമെങ്കിൽ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ശ്രേയസ് വർദ്ധിക്കാനൊക്കെ സഹായകമായി മാറുന്നതാണ്. ഇനി മൂലം, പൂരാടം, ഉത്രാടം, ധനുരാശി കളത്രസ്ഥാനത്താണ് ഈ യോഗം സംഭവിക്കുന്നത്. അതായത് 7ാം ഭാവം. അപ്പോൾ 7ാം ഭാവം എന്ന് പറയുമ്പോൾ ദാമ്പത്യം, അതേപോലെ ബിസിനസ് ചെയ്യുന്നെങ്കിൽ പങ്കാളിത്ത ബിസിനസ്, പൊതുജന ബന്ധം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജീവിത പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടാകുന്നു. പിണക്കങ്ങളൊക്കെ മാറി സ്നേഹം വർദ്ധിക്കുന്ന സമയം. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ലാഭമൊക്കെ ഉണ്ടാകുകയും പുതിയ കരാറുകളിലേക്കൊക്കെ ആ പങ്കാളിയോടൊപ്പം തന്നെ ഒപ്പിടാനൊക്കെ സാധ്യതയുണ്ടാകുന്നുണ്ട്. ദീർഘദൂര യാത്രകൾ ഗുണം കാണും. വിദേശ യാത്രയ്ക്ക് യോഗമൊക്കെ ഉണ്ടാകും. പൊതുജനങ്ങളുമായി ഇടപെടുന്ന ആളുകളുണ്ടല്ലോ, അതായത് പൊതുജനങ്ങളുമായി ഇടപെടുന്നു എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് പൊതുജനത്തിൻ്റെ ഒരു മതിപ്പുണ്ടാവുകയാണ്. അവരുടെ മേഖലയിൽ അവർക്ക് മുന്നേറാൻ സാധിക്കുന്നത്. അപ്പോൾ പൊളിറ്റീഷ്യനായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം, അത് പൊതുജനങ്ങളിൽ നിന്ന് അവർ നല്ലൊരു നേതാവാണ് എന്നൊരു അംഗീകാരമൊക്കെ ലഭിക്കുകയും ചെയ്യും ഈ ഒരു സമയം. അപ്പോൾ ഈ ഒരു കുടുംബ കലഹമൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ലക്ഷ്മി നാരായണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഒരുമിച്ച് തന്നെ തുളസിമാല ഭഗവാന് സമർപ്പിക്കുന്നതുമൊക്കെ ദാമ്പത്യ ഐക്യം വന്നു ചേരുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ 4 രാശിക്കാരിൽ ഉൾപ്പെടാത്തവർ ഇത് കേൾക്കുന്നുണ്ടാകുമല്ലോ ഈ വീഡിയോ. അങ്ങനെയുള്ളവർക്ക് ഒരു വിഷമം തോന്നും, ഞങ്ങൾക്ക് മാത്രം ഒന്നും ഇല്ലേ എന്ന്. അങ്ങനെയല്ല, എല്ലാവർക്കും ഗുണം കിട്ടാനുള്ള ഒരു വഴി കൂടി ഇവിടെ പറഞ്ഞു തരാം. അതായത് സ്കന്ദപുരാണത്തിൽ ഒരു ചൊല്ലുണ്ട്. അതായത് യ സ്മരേത് ലക്ഷ്മി നാരായണം നിത്യ തസ്യ ശ്രീ സർവദാ സ്ഥിര. അതായത് എവിടെയാണോ ലക്ഷ്മി നാരായണനെ ഭഗവാൻ ലക്ഷ്മിയെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് അവിടെ ലക്ഷ്മി ദേവി എപ്പോഴും വസിക്കും എന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുളിച്ചിട്ട് ഓം നമോ ഭഗവതി വാസുദേവായ എന്നൊരു 11 തവണ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നതും അതേപോലെ തന്നെ കഴിയുന്ന സമയങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വസ്ത്രമാകാം, അതേപോലെ ആഹാരമാകാം, അല്ലെങ്കിൽ പഠനോപകരണങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് നാളെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുമെന്നതല്ല, പുണ്യമായിട്ടായിരിക്കും അത് വന്നു ചേരുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവി സന്തോഷിച്ചാൽ പിന്നെ നമുക്ക് അല്ലലുണ്ടാവുകയില്ല എന്നാണ്. ലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെ പെട്ടെന്ന് സന്തോഷിക്കുന്ന ഒരു ആളുമല്ല. സന്തോഷിപ്പിച്ചെടുക്കുക ഒരുപാട് പ്രയാസമാണ്, ഒരുപാട് കടമ്പകൾ കടക്കണം. അതുകൊണ്ടാണല്ലോ ഒട്ടുമിക്ക ആളുകൾക്കും ദാരിദ്ര്യം കൂടുതലായി വന്നു ചേരുന്നത്. അതായത് ലക്ഷ്മി ദേവിയെ പ്രീതിയാക്കണമെങ്കിൽ തെറ്റുകളില്ലാതെ ഇരിക്കണം. തെറ്റുകളില്ലാത്തവരായി ആരുമില്ല എന്ന് പറയുന്ന സത്യം തന്നെ. എങ്കിലും നമ്മൾ കഴിവതും പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ചാൽ അവിടെ ലക്ഷ്മി ദേവി തീർച്ചയായും വന്നു ചേരും. അപ്പോൾ കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് ദാനധർമ്മങ്ങൾക്കൊക്കെ ചിലവഴിച്ചാൽ അവിടെ ലക്ഷ്മി വാസം ഉണ്ടാകുന്നത് കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതുണ്ട്. അതായത് പെട്ടെന്ന് പണം ഇരട്ടിപ്പിക്കുക എന്ന് പറയുന്ന വാഗ്ദാനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് അകലം പാലിക്കണം. ധനം വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ കള്ളന്മാരും കൂടെ വരാൻ സാധ്യതയുണ്ട്. അതായത് ഓരോ ആളുകൾ ഇപ്പോൾ ബാങ്ക് മാത്രമല്ല പല രീതികളിലേക്ക് നമുക്ക് അവിടെ പൈസ ഇട്ടാൽ ഇരട്ടിയായിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും അതിൽ നിന്നും ചെന്ന് ചാടാതിരിക്കാനായിട്ട് ശ്രമിക്കണം. ചാണക്യ നീതിയിൽ ഒരു വാക്യം പറയുന്നുണ്ട്. അതായത് അതിലോപോലെ കർത്തവ്യത്തെ, അതായത് അത്യാഗ്രഹം പാടില്ല ഈ സമയത്തെന്നാണ്. അതായത് കയ്യിലേക്ക് ധനം വരുമ്പോൾ ചിലപ്പോൾ കണ്ണു കാണാത്തൊരവസ്ഥ വരും. അങ്ങനെയാണ് ധനം, അങ്ങനെയാണ് അതിമോഹത്തെ ചിലപ്പോൾ പ്രദാനം ചെയ്യും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കർത്തവ്യം കൂടിയാണ്. അപ്പോൾ ലക്ഷ്മി നാരായണ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.